ഹലോ ഗായ്സ്, ഞാൻ ഇപ്പോൾ ഡെലിനൻ്റെ വീട്ടിലാണുള്ളത്. ക്രിസ്മസ് കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോവാണ്. ഇവിടെ അടുത്താണ് കേട്ടോ കബനിപ്പുഴ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഏകദേശം വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ ബസ്സിലാണ് അങ്ങോട്ട് പോയത്. കബനിപ്പുഴയുടെ ഓപ്പോസിറ്റാണ് കേട്ടോ കർണാടക വരുന്നത്. അപ്പോൾ നമുക്ക് തോണിയിൽ കയറിയിട്ട് കർണാടകത്തിലോട്ട് പോവാം. ഞങ്ങളവിടെ കടവിലെത്തിയപ്പോഴേക്കും ഒരു തോണി പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ ബസ്സിലിറങ്ങിയ കുറേ പേര് തോണിയിൽ കയറുന്നുണ്ടായിരുന്നു. കൂടെ ഞങ്ങളും കയറി. നമുക്കൊന്ന് കർണാടകത്തിൽ പോയി വരാമല്ലോ, വലിയ ചിലവൊന്നുമില്ലാതെ. എനിക്ക് ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഇതുവരെ അങ്ങനെ തോണിയിലൊന്നും കയറിയിട്ടില്ല. പിന്നെ ആണെങ്കിൽ നീന്തലും അറിയില്ല. പക്ഷെ നമ്മൾ സേഫായിട്ട് അവിടെ എത്തി. അങ്ങനെ തോണി ഇറങ്ങി. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കർണാടകയിലാണ്. അതെ, കർണാടകത്തിലാണ്. ഇതിവിടെ ഭാഷ മൈസൂർ പോകാൻ വേണ്ടിയിട്ട്. നമ്മളെങ്ങനെയാ മൈസൂർ പോകാൻ വേണ്ടി ബസ് വരണം. അതെവിടെയാ ബസ് വരിക? ഇവിടെയൊക്കെ ബസ് വരുമോ? മെയിൻ റോഡാണോ? മെയിൻ റോഡിലോട്ട് കയറി മതി. മൈസൂർ നമുക്ക് മൈസൂർക്ക് എളുപ്പത്തിൽ പോകാം. നമ്മളിപ്പോൾ കർണാടകയിലെ റോഡിലൂടെയാണ് നടക്കുന്നത്. പുഴ കടന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നാൽ മൊത്തം നെൽവയലുകളാണ് കേട്ടോ. ആകെ ഒരു വീട് മാത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം കണ്ട ഭംഗിയൊന്നുമില്ല, കാരണം നല്ല വെയിലായതുകൊണ്ട് നമുക്ക് നടക്കാനും പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ വന്ന ഈ സമയം എന്ന് പറയുന്നത് നല്ല അടിപൊളി സമയമാണ് കേട്ടോ. ഏകദേശം 12 മണിയൊക്കെ ആയി കാണും. അതുകൊണ്ട് വെയിൽ നന്നായിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നാൽ നമുക്ക് മെയിൻ റോഡ് എത്തും. അവിടുന്ന് മൈസൂരും ബാംഗ്ലൂരും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. ബസ്സുകളുണ്ടാവും. കർണാടകയ്ക്ക് മൊത്തത്തിൽ ചെരുവാണ്. വൈക്കോല് റോളാക്കുന്നത് കാണാൻ വേണ്ടി പോവാ. അതിന് മെഷീനൊക്കെ അവിടെ ഉണ്ട്. മെഷീനല്ലേ, ട്രാക്ടറിന്റെ ബാക്കിൽ അത് റോളാക്കുന്നു. ട്രാക്ടറിന്റെ ബാക്കിൽ അത് റോളാക്കുന്ന സാധനം. ഞങ്ങൾ ട്രാക്ടറിൽ കയറാൻ പറ്റുമെന്ന് അവരോട് ചോദിക്കാൻ പോവാണ്. പക്ഷേ കന്നഡ അറിയില്ല. ഞങ്ങളവിടെ എത്തിയപ്പോൾ കുറേ ഒഴിഞ്ഞു കിടക്കുന്ന വയലുകൾ മാത്രമാണ് കേട്ടോ കണ്ടത്. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ അവിടെ ഒരു ട്രാക്ടറും പിന്നെ കുറച്ച് ആളുകളും അവർ വൈക്കോല് റോളാക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന്. പിന്നെ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നത് കാണിച്ചു തന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ വൈക്കോല് ഉരുട്ടത് കണ്ടു. ആ പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ട്രാക്ടറിൻ്റെ പുറകെ പോവാണ്. അതെ, ട്രാക്ടറിൻ്റെ പിറകെ പോവാണ്. ഇനി ഞങ്ങൾ തോണി ഇറങ്ങിയ സ്ഥലത്തേക്ക് പോവാണ്. കാരണം ഇവിടെ ഭയങ്കര വെയിലാണ്. വെയിലാണെങ്കിൽ വൈകിട്ട് വർഷക്കാണ്. ഇവിടെ വീടുകളൊന്നുമില്ല, ഫുൾ വയലാണ്. ഒരു കർണാടകൻ ഗ്രാമപ്രദേശം. മെയിൻ റോഡ് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് തോന്നുന്നു. മെയിൻ റോഡ് കാണണോ? മെയിൻ റോഡ് ഒന്നും നല്ല വെയിലായിട്ട് അങ്ങോട്ട് പോകുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ കർണാടകയിൽ തിരിച്ചു പോവാണ്. തിരിച്ച് വയനാട്ടിലേക്ക് പോവാണ്. ഏകദേശം 2 മണിക്കൂർ ഞങ്ങൾ കർണാടകയിൽ നിന്നു. നിങ്ങൾ തോണി കയറി വേണം വയനാട്ടിലേക്ക് പോകാൻ. കഠിനമായ അധ്വാനം. തോണി കിട്ടുമെന്ന് അറിയില്ല. ആൾക്കാർ മദ്യപിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. എന്തുകൊണ്ട് ഇവിടെ വരുന്നത്? കർണാടകയിൽ പൈസ കുറവാണ്, ടാക്സ്. അങ്ങനെ ഞങ്ങൾ തോണി കയറാൻ പോവാണ്. നമ്മൾ തോണി വന്നിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് പോവാം. നമ്മുടെ കേരളവും കർണാടകയും തമ്മിലുള്ള ബോർഡറാണ് കബനിപ്പുഴ എന്ന് വേണേലും പറയാം. കാരണം ഒരു സൈഡിൽ കേരളവും മറ്റേ സൈഡിൽ കർണാടകയാണ് വരുന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടേക്ക് ഇരുന്ന് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴേക്കും നമ്മൾ തോണി അവിടെ വന്നായിരുന്നു. ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തോണിയുടെ ചാർജ് വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇടത്തിലൊക്കെ കയറി ഇരിക്കാൻ പറ്റി. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ യാത്ര ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തോണിയില്ല, അവരുടെ തോണി. നമ്മൾ ആൾക്കാരായില്ല, പക്ഷെ നമുക്ക് അവിടെ ബസ്സുണ്ട്. അപ്പോൾ ബസ് പോകുന്നത് കയറി അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. നമ്മൾ സ്റ്റോപ്പ് എത്താനായി. എന്താ ഇപ്പം ഞങ്ങൾ തോണി ഇറങ്ങും. ഇപ്പോൾ 2-3 സ്റ്റോപ്പ് കഴിഞ്ഞു.
അതെ, ഇടയ്ക്ക് 2 സ്റ്റോപ്പ് അവരെ ഇറക്കി. നമ്മൾ തോണി ഇറങ്ങി. നല്ല വെയിലുണ്ട്. ഗൈസ്, ഞങ്ങൾ ഇവിടെ നിന്ന് 4 മാക്സ് ഏതാ സാധനം സാധനം ഞാൻ ബസ് കയറി. ഇവിടെ ഒരു 5 മിനിറ്റ് 5 അല്ല 10 മിനിറ്റ് ഉണ്ടാവും അല്ലേ? ഒരു 10 മിനിറ്റ്. ഡെൽനയുടെ വീട് വരുന്നത് വയനാട് പുൽപ്പള്ളിയാണ് കേട്ടോ. ഇവിടെ അടുത്താണ് നമ്മുടെ കുറുവാ ദ്വീപൊക്കെ വരുന്നത്. തിരിച്ച് വീട്ടിലെത്തി നമ്മൾ അവളുടെ പറമ്പിലൂടെയൊക്കെ ഒന്ന് പോയിട്ടോ. ഇവിടെയൊക്കെ മുഴുവൻ കൃഷിയാണുള്ളത്. കാപ്പിയും കുരുമുളകും ഒക്കെയാണ് മെയിനായിട്ട് ഈ ഏരിയയിലൊക്കെ കൃഷി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുൽക്കൂടൊക്കെ ഒരുക്കാൻ വേണ്ടി പോയി. പുൽക്കൂടിൻ്റെ പണി ഏകദേശം മുഴുവനായിട്ടും അവളുടെ ചാച്ചൻ തന്നെയായിരുന്നു ചെയ്തത്. നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നു. 4 വർഷമായി ഒരുമിച്ച് പഠിക്കുന്നെങ്കിലും ഞാൻ ഇപ്പോഴാട്ടോ അവളുടെ വീട്ടിൽ ക്രിസ്മസ് കൂടാൻ വേണ്ടിയിട്ട് പോയത്. എന്തായാലും പോവാണ്, അപ്പോൾ പോയിട്ട് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തും കണ്ടും മാത്രമേ വരാവുള്ളൂ എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്മസിന് 2 ദിവസം മുന്നേ പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ക്രിബ് മേക്കിങ്ങിലും എല്ലാം കൂടാൻ പറ്റിയിട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ക്രിബ് മേക്കിംഗ് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഇവിടെ കോളേജിലും ഉണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ അതിനൊന്നും പോവാറില്ല. ഇവിടെ ഇപ്പം ഞങ്ങൾ ചില മിനുക്ക് പണികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം അതിന് മുന്നേ തന്നെ ഇതെല്ലാം അവളുടെ ചാച്ചൻ ഉണ്ടാക്കി വെച്ചായിരുന്നു. ഏകദേശം ഒരാഴ്ച മുന്നേ ഒക്കെ ഇതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കൊണ്ട് തന്നെ പുൽക്കൂടിൻ്റെ പണിയൊക്കെ മുഴുവനായിട്ട് തീർത്തു കേട്ടോ. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ മുഴുവൻ ഭംഗിയും കാണണമെങ്കിൽ ശരിക്കും രാത്രി ആവണം. ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇടുന്നേരം നല്ല ഭംഗിയാണ് ഇത് കാണാൻ. രാത്രി ഈ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ കുറേ സമയം അതിരുന്ന് നോക്കി നിന്നു. കാരണം ഒരു പ്രത്യേക രസമായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും വരുന്നത് അവളുടെ ചാച്ചനാണ് കേട്ടോ. ആളാണ് ഇത് ഇത്ര ഭംഗിയായിട്ട് ചെയ്തത്. ഇതവിടെ അടുത്ത വീട്ടിലെ പുൽക്കൂടാണ് കേട്ടോ. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. ഇതവർ മുഴുവനായിട്ടും ചെയ്തത് ചെമ്പരത്തിയുടെ ചെടിയിലാണ്. കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്രിസ്മസ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു, കാരണം എല്ലാം കാണാൻ വേണ്ടിയിട്ട്.